ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചതോടെ ദുർഗന്ധവും രൂക്ഷമായതായി പ്രദേശവാസികൾ. സമരസഹായ സമിതി സംഘടിപ്പിച്ച ഫ്രഷ് കട്ട് വിരുദ്ധ മഹാറാലിയിൽ ആയിരങ്ങൾ അണിനിരന്നു. കമ്പനി അടച്ചുപൂട്ടും വരെ സമരം തുടരുമെന്ന നിലപാടിലാണ് ജനങ്ങൾ. ശുദ്ധമായ വെള്ളവും മലിനമാക്കിക്കൊണ്ട് മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന മലിനമാക്കുന്ന തരത്തിൽ കട്ടിപ്പാറ പഞ്ചായത്തിലെ 4 പഞ്ചായത്തുകളിൽ നിന്നായി ആയിരക്കണക്കിന് പേരാണ് ഫ്രഷ് കട്ടിനെതിരെ തെരുവിലിറങ്ങിയത്. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടക്കമുള്ള സമരക്കാർ കമ്പനി അടച്ചുപൂട്ടും വരെ പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ചു. ശുദ്ധവായുവും ശുദ്ധജലവും മാത്രമാണ് ചോദിക്കുന്നതെന്നും ഇരകളെ വേട്ടയാടുന്ന പോലീസ് രീതി അവസാനിപ്പിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ നാടിനെ തന്നെ ഇതുവരെയും ഞങ്ങളുടെ ആൾക്കാരും തിരിച്ചു വന്നിട്ടില്ല. ഫ്രഷ് കട്ട് എന്ന കമ്പനി തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. പല കുട്ടികളും ടീച്ചറെ ഉമ്മച്ചി വീട്ടിലില്ല, ഉപ്പച്ചി വീട്ടിലില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടിക്കാലത്ത് അവർക്ക് കിട്ടേണ്ട ആ സ്നേഹവും കരുതലുമാണ് ഇല്ലാതായി പോകുന്നത്. ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന 2 ആഴ്ചയിലധികം കഴിഞ്ഞു കുട്ടികൾ അവരുടെ പേരൻസിനെ കണ്ടിട്ട്. എന്താ പറയുക, കൊലപാതകം ചെയ്തവർക്ക് വരെ ജാമ്യം കിട്ടുന്നുണ്ട്. ഇത് വീട്ടിലുള്ള മക്കളെ കെട്ടിയന്മാരെയൊക്കെ പിടിച്ചുകൊണ്ട് ജാമ്യം കിട്ടൂല. ഒരുപാട് കേസൊക്കെ ഇതാക്കിയിട്ട് എന്തിനാ ഇതിൻ്റെയൊക്കെ ആവശ്യം? ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ. കഴിഞ്ഞ ദിവസം നടന്ന അക്രമ സംഭവങ്ങളിൽ 300ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. സംഭവം കഴിഞ്ഞ് 25 ദിവസത്തോളമായെങ്കിലും പലരും ഇപ്പോഴും ഒളിവിലാണ്. മീഡിയ 1 കോഴിക്കോട്.